TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിൽ സർക്കാരിനെയും സിപിഎമ്മിനെയും രൂക്ഷമായി വിമർശിച്ച സമസ്ത മുഖപത്രം സുപ്രഭാതം. കഠാര രാഷ്ട്രീയത്തിന് സർക്കാർ പിന്തുണയോ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം. കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിൽ ഒരു അപരാധവും സിപിഎം കാണുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്നുവെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. CV അനുമോദ് ചേർന്ന വിവരങ്ങളുമായി. അനുമോദ്, നേരത്തെ തന്നെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ വിമർശനമുണ്ടായിരുന്നു. ഇപ്പോഴിതാ പ്രധാനമായും സമസ്ത മുഖപത്രവും വിമർശിക്കുകയാണല്ലേ, എന്തൊക്കെയാണ് പറയുന്നത് പ്രധാനമായും? സമസ്ത മുഖപത്രത്തിന്റെ വിമർശനം രൂക്ഷമായ ഭാഷയിലാണ്. TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ച സർക്കാർ നിലപാടിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ പത്രം വിമർശിക്കുന്നു. കഠാര രാഷ്ട്രീയത്തിന് സർക്കാർ പിന്തുണ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം ഉള്ളത്. ഈ കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിൽ ഒരു അപരാധവും CPM കാണുന്നില്ല എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. പോലീസിന്റെ റിപ്പോർട്ട് നൽകിയും തള്ളിയും ഹൈക്കോടതി ഉത്തരവ് ധിക്കരിച്ചും വളഞ്ഞ വഴിയിലൂടെയാണ് കൊടിസുനിയെ പുറത്തെത്തിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ CPM സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതെന്നത് വ്യാപിച്ചു വരുന്ന രാഷ്ട്രീയ ജീർണതയുടെ പതിയെ വ്യാപിക്കുന്ന രാഷ്ട്രീയ ജീർണതയുടെ തെളിവായിട്ടും പത്രം വിമർശിക്കുന്നുണ്ട്. ഇതൊന്നും തെറ്റാണെന്ന് പോലും പറയാൻ ആരുമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇത് തെറ്റെന്ന് പറയാനോ വിമർശിക്കാനോ ആരും ഉണ്ടാകില്ലെന്ന നേതാക്കളുടെ ധൈര്യമാണ് ആശങ്കപ്പെടുത്തുന്നത്. മനുഷ്യാവകാശത്തിന്റെ പേരിൽ ക്രിമിനലുകൾക്ക് നാട്ടിൽ സ്വൈരവിഹാരം നടത്താൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കരുതെന്നും സമസ്ത മുഖപത്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അത്തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം സ്വീകരിച്ച നിലപാടുകൾക്കെതിരെ വലിയ ഇതുവരെ പല സമയത്തും ഇടതുപക്ഷത്തിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സംഘടനയാണ് സമസ്ത. അതുകൊണ്ട് തന്നെ സമസ്തയുടെ ഈ ഒരു മുഖപത്രത്തിലെ മുഖപ്രസംഗം അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ടതുണ്ട്. നേരത്തെ UDF-ന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സംഘടനകളും പ്രത്യേകിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും ഇതിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. നിയമപരമായിട്ട് ഇതിനെതിരെ നീങ്ങുമെന്നും പറഞ്ഞിരുന്നു. ആ ഒരു ഘട്ടത്തിൽ കൂടി സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ അതിരൂക്ഷമായ ഭാഷയിൽ ഇടതുപക്ഷത്തിനെതിരായ വിമർശനം വരുമ്പോൾ അതിലേറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. നന്ദി അനുമോദ്. ഹാപ്പി ന്യൂ ഇയർ.